ഹെയർ ഗ്രോത്ത്, ഹെയർ ഫാൾ, ഡാൻഡ്രഫ് ഇഷ്യൂസ്. അതേപോലെ തന്നെയാണ് അകാല നര, മുടി പെട്ടെന്ന് നരയ്ക്കുക. ഒരു 20 വയസ്സ് കഴിയുമ്പോഴേക്കും തന്നെ, അല്ലെങ്കിൽ 25 കഴിയുമ്പോഴേക്കും തന്നെ മുടിക്ക് നര വരിക എന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ, നമ്മൾ വയസ്സായി എന്നുള്ളൊരു തോന്നൽ നമുക്കുള്ളിൽ വരും. അപ്പം ഇത് പെട്ടെന്നൊന്നും വരുന്ന സംഭവമല്ല. നമ്മളൊരു 50 അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞിട്ട് വരേണ്ട സംഭവം ഇത്രയും ഏർലി ഏജിൽ വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഈ പ്രിമച്വർ ഗ്രേയിങ് ഓഫ് ഹെയർ എന്തൊക്കെ കാരണം കൊണ്ടാണെന്ന് വരുന്നത് നോക്കാം. ഹായ്, ഞാൻ ഡോക്ടർ ജൂഹി ദാസ്, ക്യൂൻബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. ഒരു 15 വയസ്സ് മുതൽ അല്ലെങ്കിൽ ഒരു 20 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കോമൺ ആയിട്ടും വരുന്നൊരു പ്രശ്നമാണ് മുടി നരയ്ക്കുന്നത്, അല്ലെങ്കിൽ ഏർലി ഏജിങ്, അല്ലെങ്കിൽ ഏർലി ഗ്രേയിങ് ഓഫ് ഹെയർസ് എന്ന് പറയുന്നത്. ഇത് പല ഫാക്ടേഴ്സ് കൊണ്ട് വരും. ശരീരത്തിലെ ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ, ലൈക്ക് ഇപ്പം വൈറ്റമിൻസ്, മിനറൽസ്, കാൽഷ്യം, മെഗ്നീഷ്യം, വൈറ്റമിൻ ഡി, വൈറ്റമിൻ B12 ഒക്കെ കുറയുമ്പോഴും ഈ ഒരു അകാല നരയുടെ ബുദ്ധിമുട്ട് കാണിക്കാം. ഹോർമോൺ വേരിയേഷൻസ്, ഇപ്പം മെനോപോസ് ആവുന്ന സ്ത്രീകൾക്കൊക്കെ മിക്കതും ഈ ഒരു അകാല നര കോമൺ ആണ്. അതേപോലെ തന്നെ തൈറോയ്ഡ് ഡിസ്ഫങ്ഷനിങ് ഉണ്ടെങ്കിൽ ഈ ഒരു അകാല നരയുടെ പ്രശ്നങ്ങൾ കാണിക്കാം. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സ്ഥിരമായിട്ട് ഇത്തിരി ഓവറായിട്ടുള്ള കെമിക്കൽസ് കാര്യങ്ങളൊക്കെ ഹെഡിന് എക്സ്പോഷർ ആയി കഴിയുമ്പം അത് പെട്ടെന്ന് തന്നെ അവിടുത്തെ ടെക്സ്ചർ മാറി ഗ്രേയിങ് കാണിക്കാവുന്നതാണ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വാട്ടർ, ഹാർഡ് വാട്ടർ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു ഇഷ്യൂസ് കാണിക്കാം. ശരീരത്തിൽ അയേൺ ഡെഫിഷ്യൻ്റ് ആകുമ്പോൾ, രക്തയോട്ടം കുറയുമ്പോഴും ഈ ഒരു അകാല നരയുടെ കാണിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി, ഇപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ഇഷ്യൂസ് വരാം. ഓക്സിഡേറ്റീവ് സ്ട്രെസ് ശരീരത്തിൽ കൂടുമ്പം, അതേപോലെ അയേൺ, സിങ്ക് പോലത്തെ എലമെൻറ്റ്സ് ശരീരത്തിൽ കുറയുമ്പം, ക്ലോറിൻ വാട്ടർ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾ, ഹെയർ കളേഴ്സ് അല്ലെങ്കിൽ ഹെയർ ഡൈ യൂസ് ചെയ്യുന്ന ആളുകൾ, അതേപോലെ കൂടുതൽ കെമിക്കൽസ്, ഷാംപൂ, കണ്ടീഷണറൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആളുകൾക്ക്, സ്മോക്കിംഗ്, ആൽക്കഹോൾ, ലാക്ക് ഓഫ് എക്സസൈസ്, ഇറഗുലർ ഡയറ്റ് പ്ലാൻസ്, ഇതൊക്കെയാണ് മെയിൻലി ഇത് ലീഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ശരീരത്തിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, H2O2 എന്ന ആ ഒരു ഘടകം ഹെയർ ഫോളിക്കിൾസിൽ അമിതമായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സ്ട്രെസ്സ് ഒരു മെയിൻ ബ്ലീഡിങ് ഫാക്ടറായിട്ട് പറയാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഫുഡ് ഹാബിറ്റ്സിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസീസ് കാരണം ഈ പറഞ്ഞിട്ടുള്ള അകാല നരയുടെ ഇഷ്യൂസ് കാണിക്കാവുന്നതാണ്. ഇതിനെ പരിഹരിക്കുക എന്ന് പറയുമ്പം നിങ്ങളെ റൂട്ട് കോസ് ആദ്യം കണ്ടെത്തുക. അപ്പോൾ അയൺ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അത് സപ്ലൈ ചെയ്യുക. സിങ്ക്, സെലീനിയം, മെഗ്നീഷ്യം, തൈറോയിഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണെങ്കിൽ അത് ആദ്യം കറക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ഒരു റൂട്ട് കോസ് ക്ലിയർ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഭക്ഷണം കൺട്രോൾ ചെയ്യുക. എസ്പെഷ്യലി ജങ്ക് ഫുഡ്, ഫാസ്റ്റ് ഫുഡ്, മധുരം പലഹാരങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടും കട്ട് ചെയ്യുക. ഒരു ഡയറ്റ് പ്ലാൻ, ഹെയർ ഫോളിനെയും ഹെയർ ഗ്രോത്തിനെയും ഇമ്പ്രൂവ് ചെയ്യുന്ന ഡയറ്റ് പ്ലാൻസ് കൊണ്ടുവരിക. നന്നായിട്ട് നെല്ലിക്ക കഴിക്കുക, ബെറീസ് ധാരാളം കഴിക്കുക, ക്യാരറ്റ്, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, അനാറ്, ഇതൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. അതേപോലെ നട്ട്സുകൾ, എസ്പെഷ്യലി എള്ളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് നമ്മളെ ഹെയർ ഫോൾ കുറയ്ക്കും. ഡാൻഡ്രഫ് ഇഷ്യൂസ് ക്ലിയർ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അലോവേറ ജെല്ല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുക. കൂടുതൽ അസിഡിക് നേച്ചറുള്ള ആഹാരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പദാർത്ഥങ്ങൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തായിരിക്കുക. ലൈക്ക് കേർഡ് അവോയ്ഡ് ചെയ്യുക. നാരങ്ങയൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. പലരും ചോദിക്കാറുണ്ട് ഈ നാരങ്ങ ഡാൻഡ്രഫിന് നല്ലതാണല്ലോ എന്ന്. പക്ഷേ അസിഡിക് നേച്ചർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്കാൽപ്പിൽ ഒരു ഡ്രൈനെസ്സും ഇറിറ്റേഷൻസും ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ omega-3 ഫാറ്റി ആസിഡ്സ്, ഒലിവ് ഓയിൽ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ നന്നായിട്ട് കഴിക്കുക. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ, മഷ്റൂംസ്, എഗ്ഗ്, ഫിഷ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്തുക. സ്കാൽപ്പിൽ നിങ്ങൾ സാധാ പച്ച വെളിച്ചെണ്ണ നിങ്ങൾ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുള്ള കോക്കനട്ട് ഓയിൽ തന്നെ അപ്ലൈ ചെയ്യുക. നെല്ലിക്കയുടെ ജ്യൂസും അതേപോലെ തന്നെ ബദാം ഓയിലും മിക്സ് ചെയ്തിട്ട് സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കഴുകി കളയാൻ ശ്രമിക്കുക. അലോവേറ ജെല്ലൊക്കെ യൂസ് ചെയ്യുന്നത് ഒരു പരിധിവരെ ഇത്തരം ഗ്രേയിങ് പ്രശ്നങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യാൻ നല്ലതാണ്. സ്ട്രെസ്സ് കുറയ്ക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക. ഹെഡ് ബാത്തൊക്കെ ആയാലും ആഴ്ചയിൽ ഒരു 2 ദിവസമോ അല്ലെങ്കിൽ ഒരു 3 ദിവസം മാത്രം എടുക്കുക. നിങ്ങൾ സ്കാൽപ്പിൻ്റെ കണ്ടീഷൻസ് നോക്കിയിട്ട്, ഓയിലി ആണോ ഡ്രൈ ആണോ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഹെഡ് ബാത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. സിവിയർ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡെർമറ്റോളജിസ്റ്റിനെ കാണുക. അവർ അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതാണ്. ഡയറ്റ് ശ്രദ്ധിക്കുക, അതാണ് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്. അതിനോടൊപ്പം തന്നെ സ്ട്രെസ്സ് കാര്യങ്ങൾ കൺട്രോൾ ചെയ്യുക. അമിതമായിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുക. സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.